ഹായ്, നമുക്കിന്നേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയല്ലോ. അതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും മുട്ടയും ഉരുളൻകിഴങ്ങുമാണ് കേട്ടോ വേണ്ടത്. പിന്നെ ആവശ്യമുള്ളത് ചെറിയതായിട്ട് അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, സവാള ഇവയെല്ലാം നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്യണേ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 3 ഉരുളൻകിഴങ്ങാണ്. അത് ഞാൻ ഉപ്പിട്ട് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അത് ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യുന്നത് മാഷ് ചെയ്യുന്നതിന് പകരം ഗ്രേറ്റ് ചെയ്യുന്നത് ഒരു തരി പോലും ഇല്ലാതെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഞാൻ മുട്ടയും ഇതേ രീതിയിൽ ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മഞ്ഞയും വെള്ളയും ഒക്കെ നല്ല ഫൈനായിട്ട് നമുക്ക് കിട്ടും. അതിനുശേഷം നമുക്ക് മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തു. അതിനുശേഷം ഇഞ്ചിയിട്ട് മൂപ്പിച്ചു. ഇഞ്ചി മൂത്ത് വരുന്ന സമയത്ത് വെളുത്തുള്ളിയും അതിനുശേഷം സവാളയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. അത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണം. അതായത് കുട്ടികൾ കടിക്കുന്ന സമയത്ത് ഇതൊന്നും അവർക്ക് തിരിച്ച് കളയാനായിട്ട് കിട്ടരുത് എന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഉപ്പും മഞ്ഞളും ശകലം കുരുമുളക് പൊടിയുമാണ് മസാലയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഗരം മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഉരുളൻകിഴങ്ങും മുട്ടയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചു. അതൊന്ന് ആറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി. ആ സമയം നമുക്കിത് പൊരിക്കുന്നതിനാവശ്യമായിട്ടുള്ളൊരു ബാറ്റർ തയ്യാറാക്കാം. അതിന് ഒരു ബൗളിൽ കടലമാവും അതേ ബൗളിൽ തന്നെ ഗോതമ്പ് മാവും എടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഒരു നുള്ള് ഉപ്പ്, ശകലം മഞ്ഞൾപ്പൊടി, ശകലം കുരുമുളക് പൊടി ഇവ എല്ലാം കൂടി യോജിപ്പിച്ചിട്ട് ഇവയെല്ലാം ഇട്ട് യോജിപ്പിച്ച് കുറേശ്ശെയായിട്ട് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ചു കൊടുത്ത് യോജിപ്പിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാവേ. ഒരു തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് ഫോം ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, ഇനി ഏറ്റവും അവസാനമായിട്ട് ഞാനൊരു നുള്ള് കായപ്പൊടിയും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ മിക്സ് ചെയ്തെടുത്ത മസാലയുണ്ടല്ലോ, അത് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം. ഞാനിവിടെ ഒരു റോൾ ഷേപ്പിലാണ് ചെയ്യുന്നത്. അത് റൗണ്ടായിട്ടോ അല്ലെങ്കിൽ നമുക്ക് പരിപ്പ് വടയുടെയൊക്കെ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. മാത്രമല്ല ഈ ബാറ്റർ അല്ലാതെ വേണമെങ്കിൽ നമുക്ക് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി കട്ട്ലേറ്റ് ചെയ്യുന്നത് പോലെയും ഇത് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ബാറ്ററിൽ മുക്കിയിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്ത് കുറച്ച് എണ്ണയിലാണ് കേട്ടോ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതല്ലാതെ മറ്റു ഓപ്ഷൻസിലും നമുക്ക് ഈ ഒരു മസാല പല രീതിയിൽ എയർ ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ഉപയോഗിച്ചുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു മസാലയാണ്, എന്നാൽ പുറത്ത് അരിപ്പൊടിയൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് അല്പം ക്രിസ്പി ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് വരുന്നത്. മുട്ടയുടെ മഞ്ഞയൊക്കെ ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ അത് മാറ്റിക്കളയുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു എഗ്ഗ് അകത്ത് ചെല്ലാനായിട്ട് ഇത് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്.